ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്: ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല എന്നുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു പ്രസ്താവനയാണ്. ഈ ലോകത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അംഗീകരിക്കുന്നതും ശ്രേഷ്ഠതയും മാന്യതയും അംഗീകാരങ്ങളുമൊക്കെ നൽകുന്നത് തങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ധനവാന്മാരായ ആളുകളെയാണ് എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ യേശു കർത്താവ് ഒരിക്കൽ ചോദിച്ചതായൊരു ചോദ്യമുണ്ട്. ഒരു സ്ഥലത്തേക്ക് രണ്ടാളുകൾ കടന്നു വരുന്നു. ഒരുവൻ മോടിയുള്ള വസ്ത്രം ധരിച്ച് ശ്രേഷ്ഠനായി വരുന്നവൻ, മറ്റൊരുവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന സാധുവായ മനുഷ്യൻ. ഇവരിൽ ആർക്കായിരിക്കും നിങ്ങൾ അധികം പ്രാധാന്യത നൽകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം നമ്മളുടെയും ചിന്താമണ്ഡലത്തിനകത്ത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നതാണ്. വാസ്തവത്തിൽ നാം എല്ലാവരും കൂടുതൽ അംഗീകാരം നൽകുന്നത്, ആദരിക്കുന്നത് നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരെ തന്നെയാണ്. എന്നാൽ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ അവസാനം വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുന്ന ഒരാഴമായ ഉപമയുണ്ട്. ധനവാനായ ഒരു മനുഷ്യനും ദരിദ്രനായ ഒരു മനുഷ്യനും നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവരിൽ ആർക്കായിരിക്കും കൂടുതൽ അംഗീകാരവും പദവികളും ആദരവുകളും കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഒരു കൂട്ടം ആളുകൾ ദരിദ്രനായി വന്ന, രോഗിയായി വന്ന, അതിഥിയായി വന്ന, നഗ്നനായി വന്ന, ദാഹിച്ചു വന്ന മനുഷ്യരെ കണ്ടിട്ട് അവർക്ക് കരുണ കാണിക്കുകയും അവർക്ക് ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെ നൽകിക്കൊടുത്ത് അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ അങ്ങനെയുള്ള സാധുക്കളായ ദരിദ്രരായ ആളുകളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് അവരെ പുറത്താക്കിക്കളയുവാനും അവർക്ക് നൽകേണ്ടതും അവർക്ക് കൊടുക്കേണ്ടതും ഒന്നും കൊടുക്കുവാനോ പ്രവർത്തിപ്പാനോ തുനിയാതെ അവരെ നിഷേധിക്കുന്നതുമായ ചരിത്രങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സാധുക്കളായ ദരിദ്രരായ വിദ്യാസമ്പന്നരല്ലാത്ത സൗന്ദര്യമുള്ളവരല്ലാത്ത ആളുകളൊക്കെ വന്നപ്പോൾ അവർക്ക് ആദരവ് കൊടുക്കാതെ അവരെ നിഷേധിച്ച ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരായി തീരുകയും അവർ നാശത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ദരിദ്രരായ, സാധുക്കളായ, പാവങ്ങളായ, അക്ഷരാഭ്യാസമില്ലാത്ത, വിശപ്പോടെ വന്ന, ദാഹത്തോടെ വന്ന, നഗ്നരായി വന്ന ആളുകൾക്ക് പരിഗണന കൊടുത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കെന്ത് ലഭിച്ചു? അവർക്ക് അംഗീകാരവും പദവിയും നിത്യജീവനും അവർക്ക് ലഭിക്കാനിടയായി തീർന്നു എന്ന് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നാം അറിയേണ്ടത്, നാം ഓർക്കേണ്ടത്, നാം ആരെയാണ് ആദരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാവരെയും ആദരിപ്പാനായിട്ട് മനസ്സ് കാണിക്കണമെന്നുള്ളത് തന്നെയാണ്. അല്ല, ഒരു വാക്കിൽ പറഞ്ഞാൽ അംഗഹീനരെയും ബലഹീനരെയും സാധുക്കളെയും ഒക്കെ കൂടുതൽ ചേർത്ത് പിടിക്കുവാൻ മനസ്സ് കാണിക്കുന്നു എങ്കിൽ നമ്മെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നുള്ള
ആഴമായൊരു പ്രസ്താവനയും ചിന്തയുമാണ് നമുക്ക് നൽകുന്നത്. ആ നിലകളിലായിത്തീരുവാൻ നമുക്ക് കർത്താവ് സഹായിക്കട്ടെ. അതിനായി നമുക്കും പ്രയത്നിക്കാം, ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഞങ്ങൾ ദരിദ്രരായ പാവങ്ങളായ ആളുകളെ ആദരിപ്പാനും സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി നിൽപ്പാനും ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. ആ നിലകളിൽ ദൈവത്തിൻ്റെ അംഗീകാരവും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനിടയാകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.